ഹലോ ഇന്ന് നമ്മളൊരു ഫിഷ് പൊളിച്ചത് റെഡിയാക്കി എടുക്കാൻ പോവാം. തിലാപ്പിയാണ് കേട്ടോ ഫിഷ്. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കറിവേപ്പില, നാരങ്ങാനീര് ഇതെല്ലാം കൂടെ ചേർത്ത് പുരട്ടി വെച്ചു. ഇൻ ദ മീൻ ടൈം നമുക്ക് നമ്മുടെ ഫിഷ് പൊളിച്ചതിൻ്റെ ഗ്രേവി ഒന്ന് സെറ്റാക്കി എടുക്കാം. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, തക്കാളി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഓൾസോ ഒരു ഇച്ചിരി പെരിഞ്ചീരകപ്പൊടി, കുരുമുളകും ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വീണ്ടും അതൊന്ന് ഇളക്കി സെറ്റാക്കി എടുക്കാം. ഈ സെറ്റായ ഗ്രേവിയിലേക്ക് ഇച്ചിരി തേങ്ങാപ്പാലും കൂടെ ചേർത്തൊന്ന് കുറുക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ മീൻ ലൈറ്റായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് പൊള്ളിക്കാൻ വേണ്ട വാഴയില നൈസായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഒരു ഇച്ചിരി എണ്ണയും കൂടെ തടവി നമ്മളതിലേക്ക് ഉണ്ടാക്കിയ ഗ്രേവിയുടെ ഫസ്റ്റ് ലെയർ ചെയ്യുന്നു. എന്നിട്ട് അതിലേക്ക് നമ്മുടെ വറുത്ത ഫിഷ് വെക്കുന്നു. ദെൻ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് വീണ്ടും നമ്മൾ ഒന്നും കൂടി ഗ്രേവി ലെയർ ചെയ്തിട്ട് നമുക്ക് ദൈ കണ്ട സാധനങ്ങളെല്ലാം വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമ്മളത് നന്നായിട്ട് പൊതിഞ്ഞ് ഏതർ ഇങ്ങനെ ഒരു പാനിൽ വെച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ബേക്ക് ചെയ്യുകയോ ഗ്രില്ല് ചെയ്തെടുത്താലും മതി, ഒരു 5 minutes. അപ്പോൾ അതായിരുന്നു കേട്ടോ ലാസ്റ്റ് സ്റ്റെപ്പ്. നമ്മുടെ ഫിഷ് പൊളിച്ചത് റെഡി ആയിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്